ഞാനൊരു കഥ പറയാം. ആ കഥ കൊണ്ട് തന്നെ നമുക്ക് ശ്രീകൃഷ്ണനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റും, ശ്രീകൃഷ്ണന് എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടുന്നത്, അതെല്ലാം അത് വ്യക്തമായിട്ട് ആ കഥയിലൂടെ പറഞ്ഞിരുന്നതാണ്. ആ കഥയാണ് ദാമോദര ലീല. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ശ്രീകൃഷ്ണൻ യശോദ അമ്മയെ നോക്കി നടക്കുകയായിരുന്നു. നോക്കിയപ്പോൾ യശോദ അമ്മ വെണ്ണ കടയുകയായിരുന്നു. ആ ഒരു സമയത്താണ് ശ്രീകൃഷ്ണൻ യശോദ അമ്മയുടെ മടിയിൽ പോയി കിടന്നത്. യശോദ ശ്രീകൃഷ്ണനെ കൊഞ്ചിക്കാൻ തുടങ്ങി. അതേ സമയം തന്നെ പാല് തിളച്ചു പോകുന്നതായി യശോദ ശബ്ദം കേട്ടു. ആ ദിക്കിലേക്ക് യശോദ ഓടി. ഓടുന്നതിന് മുമ്പേ ശ്രീകൃഷ്ണനെ മടിയിൽ നിന്ന് എടുത്ത് താഴെ വെച്ചു. ശ്രീകൃഷ്ണൻ അപ്പോൾ ആലോചിച്ചു, എന്നെ കാട്ടി പ്രിയം അമ്മയ്ക്ക് പാൽ തന്നെയാണല്ലേ. അങ്ങനെ അവൻ ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഒട്ടും മടിക്കാതെ ചെറിയൊരു കമ്പെടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ അതിന് ചുറ്റുമുള്ള ഒരുപാട് കുടങ്ങൾ ഉടയ്ക്കാൻ തുടങ്ങി. അതിൽ നിന്നും വെണ്ണ എടുക്കാൻ തുടങ്ങി. അവൻ പതിയെ കുറച്ച് വെണ്ണ തിന്നിട്ട് കൂടുതൽ വെണ്ണ കുരങ്ങന്മാർക്ക് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് യശോദ അവിടെ എത്തി. യശോദ അവനെ അടിക്കാൻ ഒട്ടിച്ചു. പിന്നീട് ഒരു ഉരലിലേക്ക് ചേർത്ത് കെട്ടാൻ തുടങ്ങി. പക്ഷെ കയർ എത്ര നീളമുള്ളതായിരുന്നാലും ശരി, ശ്രീകൃഷ്ണന് ഉരലിൽ കെട്ടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണെന്ന് യശോദയ്ക്ക് മനസ്സിലായില്ല. യശോദ ആ കയറിൻ്റെ നീളം കൂട്ടിപ്പോയി. എന്നിരുന്നാലും ഒരിക്കലും അത് ഉരലുമായി കെട്ടാൻ സാധിച്ചിരുന്നില്ല. തൻ്റെ അമ്മയ്ക്ക് തന്നെ വളരെ ഇഷ്ടമാണെന്നും തന്നോട് വളരെയധികം സ്നേഹമുണ്ടെന്നും അത് നിസ്വാർത്ഥമായ സ്നേഹമാണെന്നും മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മയുടെ കയ്യിലുള്ള കയറുകൾ പിടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, തന്നെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ യശോദ അമ്മ അവൻ്റെ കുരുത്തക്കേട് കൊണ്ട് ഉരലിലേക്ക് കെട്ടിയിടുകയാണ്. ഇതേ സമയം തന്നെ ഒരുപാട് നേരം അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ശ്രീകൃഷ്ണൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് രണ്ട് മരങ്ങളുടെ ഇടയിൽ ആ ഉരൽ കുടുങ്ങുകയും ചെയ്തു. ചെറുതായിട്ടൊന്ന് വലിച്ചതേ ഉള്ളൂ. ആ മരങ്ങൾ രണ്ടും ഇരുവശത്തേക്കും ചരിഞ്ഞു വീണു. അതിൽ നിന്നും നളകുബേരനും മണിഗ്രീവനും പുറത്തു വന്നു. ഇത് മറ്റാരുമല്ല, കുബേരദേവന്റെ 2 മക്കളാണ്. എന്തോ കുറ്റം ചെയ്തെന്ന് നാരദമുനി ശപിച്ചതാണ്. അതിൽ നിന്ന് ശാപമോക്ഷം ശ്രീകൃഷ്ണൻ അവർക്ക് 2 പേർക്കും നേടിക്കൊടുത്തു. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ കഥ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാകാനാണ് അല്ലേ? ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നൊരു സംഭവമുണ്ട്. ശ്രീകൃഷ്ണന് നമ്മളിൽ നിന്നും വേണ്ടത് സ്നേഹം മാത്രമാണ്. നമുക്ക് ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വഴി എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ശാസ്ത്രം കൊണ്ട് പോലും ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്നേഹം കൊണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഹരേ കൃഷ്ണ.